ശ്രീകുമാർ അധികരിച്ചു പോയെന്നറിയാം സമയമെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഇടക്കാല ഉത്തരവിൽ പറയുന്ന 3 ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെയും വെട്ടിലാക്കുന്നു. ഒന്ന്, 2025 ദേവസ്വം കമ്മീഷണർ തന്നെ ഈ സുതാര്യമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ ഇടപാടുകൾ എന്ന് നേരത്തെ കത്തെഴുതിയിട്ടും പിന്നീട് 7 ദിവസം അദ്ദേഹം തന്നെ മലക്കം മറിഞ്ഞ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കയ്യിൽ തന്നെ വീണ്ടും പാളികൾ ഏൽപ്പിച്ചത്. ഒന്ന്. 2019 ഈ വീഴ്ച സംഭവിച്ചത് മറച്ചുവെക്കാൻ വേണ്ടിയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ അതേ സ്പോൺസറുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്നുള്ള ചോദ്യം. ഇതുവരെയും നമ്മൾ കേട്ടത് 2019 കാര്യങ്ങൾ മാത്രമാണെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്വമുണ്ടെന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? എൻ ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഇന്നത്തെ കോടതിയുടെ റിപ്പോർട്ടോടെ CPM കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ദേവസ്വം ബോർഡ് ഭരിച്ച അതുപോലെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത CPMന് ഇനി ഒരുപാട് കാര്യങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ ആ ന്യായീകരണങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ മുഖ്യമന്ത്രി കണ്ണൂരിൽ പ്രസംഗിച്ചപ്പോഴും അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധമൊക്കെയാണ് പ്രസംഗിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഒരു ബഹിസ്ഫുരണമാണെന്ന് കേരളം കണക്കാക്കുന്നു. കാരണം അഴീക്കോട് സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അയ്യപ്പൻ്റെയും ബാവരുടെയും കഥയല്ലല്ലോ സാധാരണ രീതിയിൽ അവർ പറയാറുള്ളത്. അപ്പോൾ CPMനെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഭയം ഇന്നത്തേതോടുകൂടി കൂടുതൽ വിപുലപ്പെടുകയാണ്. 2019 വീഴ്ച വന്നു എന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2019 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ കാലഘട്ടം മുഴുവൻ CPM ഭരണത്തിലുള്ള ദേവസ്വം ബോർഡും CPM മന്ത്രിമാരുള്ള ദേവസ്വം വകുപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഇതുവരെ പ്രതിപക്ഷവും UDFും പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുകയാണ്. കാരണം കോടതി എന്ന് പറഞ്ഞത് വലിയ ഗൂഢാലോചന നടന്നതാണ്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും നേരിട്ട് രാഷ്ട്രീയ തലത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ രാഷ്ട്രീയ തലത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ശ്രീ അനിൽകുമാർ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. റിപ്പോർട്ടർ ചാനൽ ഇറക്കിയ പോസ്റ്റർ, റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല ഏതെങ്കിലും ചാനലുകളൊക്കെ ഇറക്കുന്ന ഈ ചർച്ചയുടെ പോസ്റ്ററുകളിൽ എന്തിനാണ് CPM നേതാക്കളുടെ പടം എന്നൊരു ചോദ്യമുണ്ട്. അതിൽ ഡോക്ടർ അരുൺകുമാറിനോട് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ പടം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഭരണകാലം CPMൻ്റേതായതുകൊണ്ടും ഈ കേസിലെ 8ാം പ്രതിസ്ഥാനത്ത് വന്ന ദേവസ്വം ബോർഡിനെ നയിച്ചത് ആരാണെന്ന് അറിയുന്നത് കൊണ്ടൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് CPMനെ മാത്രം ഗ്രസിക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ കഥകളാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കോടതിയിൽ നിന്ന് ആ ഇടക്കാല റിപ്പോർട്ട് വാങ്ങിച്ചു, വളരെ രഹസ്യമായിട്ട് വാങ്ങിച്ചു. കോടതി മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് ഞങ്ങളുടെ പോലീസാണ് അന്വേഷിക്കുന്നത്, അത് ഞങ്ങൾ എല്ലാവരെയും പിടിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്കറിയാം, ആ ഉൾവേദന നമുക്കറിയാം. ഇത് കോടതി നേരിട്ട് പിടിച്ച ഒരു മോഷണമാണ്. അതുകൊണ്ടാണ് കോടതി ഇന്ന് പറയുന്നത് എല്ലാം കൃത്യമായിട്ട് രഹസ്യമായിട്ട് തന്നെ തരണം. അതുമാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പൂർണ്ണമായ ഒരു ചുമതലയും കൊടുക്കുന്നു. അതിനിടയ്ക്ക് CBI അന്വേഷണം വേണം എന്ന് BJP ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യം UDFും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ UDF ഒരു കാര്യം കൂടെ വെച്ചിട്ടുണ്ട്, കോടതിയുടെ നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണം. BJPക്ക് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണത്തിനോടാണോ യോജിപ്പ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. CBI അന്വേഷിക്കണമെന്ന് BJPയും പറയുന്നുണ്ട്, UDFും പറയുന്നുണ്ട്. UDF പറയുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണം ഉണ്ട്. BJPക്ക് അത് വേണോ എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം. മറ്റൊരു കാര്യം ശ്രീ അരുൺകുമാർ ചോദിച്ചത്, ഈ സ്വർണ്ണപ്പാളികളും ദ്വാരപാലകരുടെ സ്വർണ്ണ കവചങ്ങളുമൊക്കെ കടത്തിയ കാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് ഭരണകാലമാണ്. ആ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തിൽ നടന്ന ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുമ്പോൾ വേറെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരിൽ 90% UDF ആണെന്ന് ഇന്നലെ ഈ ചർച്ചയിൽ തന്നെ നമ്മുടെ വേറൊരു CPM പ്രതിനിധി പറഞ്ഞത് ഡോക്ടർ അരുൺ ഓർമ്മയുണ്ടല്ലോ. ഇന്നിപ്പോൾ പമ്പാ സംഗമം നടത്തിയത് ആ പ്രതിസ്ഥാനത്തുള്ള ഒരാളാണെന്ന് പത്രത്തിലുണ്ട്. പമ്പാ സംഗമത്തിലെ അടുക്കളയുടെ മേൽനോട്ടം വഹിച്ചത്. അപ്പോൾ CPMമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതൊക്കെ INTUC ജില്ലാ പ്രസിഡന്റ് എൻ്റെ കാലം. INTUC ജില്ലാ പ്രസിഡന്റ് ഇതിലൊരു ബന്ധവുമില്ല, അത് വേറൊരു പേരുകാരനാണ്. INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഒരു G. ബിജു ആണ്. അദ്ദേഹത്തിന് ഇതിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇവരതും കൂട്ടി പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണെന്നും
പോലീസ് റിപ്പോർട്ട് കൃത്യമായി കോടതിക്ക് കൊടുക്കുന്നുണ്ടെന്നും കോടതി അത് വ്യക്തമായി പരിശോധിക്കുന്നുണ്ടെന്നും ഏത് അന്വേഷണം കോടതിയാണ് ഇടുന്നതെന്നും അതിന് ഗവൺമെൻറ്റിനൊരു ബന്ധവുമില്ലെന്നൊക്കെ വരുമ്പോൾ ഈ വൻ ഗൂഢാലോചന ഇതൊക്കെ റിപ്പോർട്ടുകളാണ്. അരുൺകുമാറിൻ്റെയിലുള്ള ഈ കോടതിയുടെ ആ നിർദ്ദേശങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ കോടതിയുടെ അന്വേഷണം വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ആ അന്വേഷണത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന ഉന്നതരിലേക്ക് എത്തുമ്പോൾ ആരാണതിൽ പെടുക എന്നുള്ളതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. അതെല്ലാം പൂർണ്ണമായി ശരിയാവണമെന്നില്ല. പക്ഷേ അത് ന്യായീകരിച്ച് നോക്കാനുള്ള ഒരു CPM-ന്റെ തീരുമാനം അവരെ തന്നെ അത് കുഴിയിൽ ചാടിക്കുമെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ 10 ഗ്രാം കൂടിയില്ലേ, 8 ഗ്രാം കൂടിയില്ല, അതല്ലല്ലോ വിഷയം. 10 ഗ്രാം എങ്ങനെ കൂടാനുള്ള ചർച്ചയുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? കൂടിയതിനെ കുറിച്ച് പറയുന്നത് 409 ഗ്രാം കാണാതായതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇടക്കാല ഉത്തരവ്. അല്ല ഡോക്ടർ അരുൺ, ഞാൻ പറയട്ടെ 5 ഗ്രാം കൂടിയോ 2 ഗ്രാം കൂടിയോ എന്നുള്ളതല്ലല്ലോ. ഇത് ചർച്ച ചെയ്യാനുള്ള പശ്ചാത്തലം എന്താണ്? അവിടുന്ന് സ്വർണ്ണം അടിച്ചെടുത്തുകൊണ്ട് പോയതല്ലേ? അത് ആര് കൊണ്ടുപോയി എന്ന് വെക്കുമ്പോൾ ബോർഡ് എങ്ങനെ പ്രതിസ്ഥാനത്ത് വന്നു അത് അന്വേഷിക്കണ്ടേ? ഈ ബോർഡെന്ന് വെച്ചാൽ CPM ഭരിച്ച ബോർഡാണ്. അതുകൊണ്ടാണ് ഇതിൽ മറ്റുള്ള UDF-ഓ കോൺഗ്രസോ ഒന്നിൽ വരാത്തത് കൊണ്ടാണ്. BJP പിന്നെ ആ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് UDF-ന്റെ പടങ്ങളൊന്നും അതുകൊണ്ട് വരില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ, വരുന്ന പടങ്ങളൊക്കെ ഒരുപാട് ചിത്രങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലത്തൊന്നും സ്വർണ്ണം കളവ് പോയതായി പാത്രം മാത്രമേ കളവ് പോയിട്ടുള്ളൂ. അത് അക്കാലത്താണ്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. പോറ്റിയുമായിട്ട് നേരിട്ട് ബന്ധമല്ല. അല്ലല്ല, ഞാൻ അതല്ല പറഞ്ഞ, ആ പടമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പോസ്റ്ററിന്റെ കാര്യമാണ് പറഞ്ഞത്. ശരി, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരോപണത്തിലേക്ക് വന്നിട്ടില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒന്ന് ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണറിലേക്ക് കൂടി പോയി വരട്ടെ. മനസ്സിലായി. ഞാൻ ഒന്ന് കമ്മീഷണറിലേക്ക് പോയി ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞത് 2019 മുതൽ ഭരിച്ച 6 ഗവൺമെന്റുകളിൽ 2 UDF ഗവൺമെന്റ് ഉണ്ട്. അക്കാലത്തുള്ള ഒരു ബോർഡ് പ്രസിഡന്റിന്റെയും പടമോ ഒരു ദേവസ്വം മന്ത്രിയുടെ പടമോ എന്തായാലും ഈ പോസ്റ്ററുകളിൽ വരില്ല. മറ്റേ ചിത്രങ്ങളല്ല, ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് ചിത്രമല്ല ഞാൻ പറഞ്ഞതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അനിൽകുമാർ Debate with Dr. Arun Kumar.